സക്കറിയ ജോർജ് മുൻ SP നമുക്കൊപ്പമുണ്ട്. സക്കറിയ ജോർജ്, ഈ കുറുവ സംഘം എന്ന് പറയുന്നത് വലിയ ഭീഷണിയാണ് കേരളത്തിൻ്റെ പല ഗ്രാമങ്ങളിലും പല മേഖലകളിലും ഉണ്ടാക്കുന്നത്. മുമ്പ് ഉണ്ടായതിനു ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇത്രയും സംവിധാനങ്ങൾ, CCTV അടക്കമുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോഴും ഇവരെ ഇതുവരെ അങ്ങ് പിടികൂടാൻ കഴിയാത്തത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇന്റർസ്റ്റേറ്റ് ബോർഡർ സർവൈലൻസ് മെക്കാനിസം ആവശ്യമാണ്. ഞാനൊരു 8 വർഷം മുമ്പ് ഞാനത് എഴുതി കൊടുത്തതാണ്, പ്രപ്പോസൽ കൊടുത്തിരുന്നു. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് ഫണ്ടൊക്കെ കിട്ടി, പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല. ഹണിവെൽ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഏതോ ഓഫീസർമാരുടെ ഒക്കെ താല്പര്യപ്രകാരം അവർക്ക് ക്യാമറ വെക്കാനുള്ള ഇത് കൊടുത്തു. പക്ഷേ അവർ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പൈസയും കൊടുത്തു വിട്ടു. ഇതൊക്കെ പോലീസിനകത്ത് നടക്കുന്ന, പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന ചില തെറ്റായ രീതികൾ കൊണ്ടാണ് ഇതൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ്, ആ ഫണ്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. അതിൽ ഒരിടത്ത് ഒരു DYSP അതിനെ ഒപ്പോസ് ചെയ്തായിരുന്നു. ഇവർക്ക് വീഡിയോ കോളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്യാതിരുന്നതിന് അദ്ദേഹം എതിർത്തുകൊണ്ട് അദ്ദേഹത്തിനെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. പോലീസ് ആ സ്ഥാനത്തെ ഒരു ഗൂഢസംഘം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവരൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു കേസായിട്ട്, ശാപമായി മാറുന്നത്. നമുക്ക് സിസ്റ്റം ഉണ്ട്, നമുക്ക് സിസ്റ്റം അപ്ഗ്രേഡേഷൻ ഇല്ല, പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ല, പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ല. നമ്മൾ ഇവിടെ വന്ന് വീഡിയോ ക്യാമറയിൽ കാണുന്നു എന്ന് പറയുന്നതിന് പകരം അവര് സ്റ്റേറ്റിൽ കയറുന്നതിന് മുമ്പേ അവരെ പ്രിവെന്റ് ചെയ്തതാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഫണ്ട് കൊണ്ട് ഇന്റർസ്റ്റേറ്റ് ബോർഡറിൽ ക്യാമറ വെച്ച് നിരീക്ഷണം നടത്തേണ്ടതാണ്. പിന്നെ ഇവർ വരുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പൊ സൂചിപ്പിച്ച പോലെ ഈ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനും പുറത്തിറക്കാനും ഒക്കെയുള്ള അവരുടെ ശ്രമമുണ്ട്. ഏറ്റവും വലുത്, ഇവര് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇവര് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കും. കാര്യം സ്ത്രീകളുടെ ഒക്കെ കഴുത്തിന് കത്തി വെച്ചുകൊണ്ട് വേണമെങ്കിൽ പോലും അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് വീട്ടുകാരെ അവരുടെ ഡിമാൻഡ് അനുസരിച്ച്, അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് സ്വർണം പണമൊക്കെ തട്ടിയെടുക്കും. ചിലപ്പോൾ സ്ത്രീകളെ ലൈംഗികമായിട്ട് വരെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന രീതി വരെ അവർക്കുണ്ടെന്ന് പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയില് SP ആയിട്ടും പോലീസ് റിസർച്ച് സെന്ററിന്റെ ചാർജുമായിട്ടിരുന്നാണ്. ചില സ്റ്റേറ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്തത്, ആൾക്കാർ ആരെങ്കിലും യാദൃശ്യമായിട്ട് ഇവരെ ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാല് അവര് കല്ലെറിയും. 1995 കോട്ടയത്ത് പുതുപ്പള്ളിയില് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ കുടുംബ വീട്ടിൽ കള്ളം കയറിയിട്ട് അവര് ഫോളോ ചെയ്തപ്പോ ഇവരെ എറിഞ്ഞിരുന്നു. അത് കള്ളന്മാര് കുറുവയാണെന്ന് പറയുന്നില്ല, പക്ഷെ അവര് അറ്റാക്ക് ചെയ്യാൻ വരുവാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ എറിഞ്ഞു. അപ്പൊ എവിടെ വീട്ടുകാർ ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആക്രമണം വീട്ടുടമകൾക്കെതിരെ അവർ ചെയ്യും. പിന്നെ അവർക്ക് എന്തും ചെയ്യാനുള്ള മടി ഇല്ല എന്നുള്ളൊരു സത്യമാണ്. 2004 സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് ഈ തമിഴ്നാട്ടിലെ കുറവ് ഇവര് വരുന്നിടത്ത് ടീമിനെ അയച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്താണ്. അപ്പം അതുപോലെ പഠനം നടക്കുന്നുണ്ട്, പക്ഷെ പ്രാക്ടീസ് ഇല്ല. സാർ, ഒരു കാര്യം, ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഈ തൃശ്ശൂരിലെ ATM കവർച്ച നടന്നത്. നമുക്കറിയാം, പിന്നീട് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടി അവരെ ചേസ് ചെയ്ത് പിടികൂടി. പക്ഷേ അവർ ഫയർ അറ്റാക്കാണ് സംഭവിച്ചത്. അതായത് വെൽ എക്വിപ്ഡ് ആണ് അവർ എന്നതാണ്. ഈ കുറുവ സംഘത്തിന്റെ സ്വഭാവം അത് തന്നെയാണോ? അല്ല, തീർച്ചയായിട്ടും അവർക്ക് ഡു ഓർ ഡൈ ആണ്. അവർക്ക് കിട്ടിയ കാശുണ്ടാക്കുക, അവർക്ക് കിട്ടാൻ നഷ്ടപ്പെടാനൊന്നുമില്ല. അവർക്കെല്ലാം ലാഭമാണ്. ആക്രമിക്കുക, വീട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ എടുക്കുക. അവര് ആരെങ്കിലും ആക്രമിച്ചാല് അവരുടെ ബന്ധക്കാരും സ്വന്തക്കാരും ഒന്നല്ലേ, നമ്മുടെ സ്റ്റേറ്റിലെ ആൾക്കാരല്ലേ. പിന്നെ അടുത്ത ഒരു രസകരമായ കാര്യം കൂടെ ഉണ്ട്. ഇവര് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ, അന്ന് തമിഴ്നാട്ടിൽ പോയി പഠിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഇവരിവിടുന്ന് അവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോരുന്നതെന്ന് പറയുന്നു. അതുപോലെ തിരിച്ചു മോഷണം കഴിഞ്ഞിട്ട്, അതിപ്പം വടക്കേന്ത്യയിൽ നിന്ന് വരുന്ന
ജാർഖണ്ഡ് ഛത്തീസ്ഗഡിൽ നിന്നൊക്കെ വരുന്ന ടീമുകള് പിന്നെ തിരിച്ചു ചെല്ലുമ്പോൾ ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവര് വീതം കൊടുത്തിട്ടാണ് ഇവര് നാട്ടിൽ പോകുന്നത്. പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരവിടെ ഫീസ്റ്റൊക്കെ നടത്തും. കാരണം പോലീസ് ഇവരെ പിടിക്കാൻ ചെല്ലുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. പണ്ട് 2014 കോവളത്ത് മുത്തൂറ്റുകാരുടെ ഒരു ബാങ്കില് കയറിയിരുന്നു. അത് പിടിക്കാൻ വേണ്ടിയിട്ട് അന്ന് തമ്പാനൂർ CA ഒക്കെ അവിടെ വിട്ടപ്പോൾ അവരെ അറ്റാക്ക് ചെയ്തു. അവർക്ക് ശാരീരികമായി പരിക്ക് പറ്റി. അപ്പം ഇത് അതാത് സ്ഥലത്തെ പോലീസും ഇത്തരത്തിലുള്ളതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളത് പോലീസിൽ തന്നെ ആക്ഷേപമുള്ളതാണ്. നമ്മുടെ സിസ്റ്റം മൊത്തം ഡീഗ്രേഡഡ് ആയിട്ട് പോകുന്നതിന്റെ ഒരു ഇൻഡിക്കേഷനാണ്. പക്ഷെ നമ്മൾ ഉണരുന്നില്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പം ചിലപ്പം കയറി മോഷ്ടിക്കാൻ വരുമ്പോ വീട്ടിലൊന്നും സ്വർണം കാണത്തില്ല, എല്ലാം ലോക്കറിലായിരിക്കും. പക്ഷെ വീടിന്റെ വലിപ്പമൊക്കെ കണ്ട് ഇവര് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് കയറി ചെല്ലുമ്പോൾ സ്വർണം ഇല്ലെങ്കിൽ അവർക്ക് അന്നേരം ഫ്രസ്ട്രേഷൻ അനുസരിച്ച് വേണേലും ആൾക്കാരെ ഉപദ്രവിക്കാം. മോഷണം നടത്തുമ്പോഴും ആക്രമിക്കാം. മോഷണത്തിന് വേണ്ടി അകത്ത് കയറുമ്പോൾ അവിടെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള മുതലുകളില്ലെങ്കിൽ അന്നേരം ഉണ്ടാകുന്ന നിരാശ കൊണ്ട് വേണേലും ആക്രമിക്കുക. ഇത് വളരെ ഒരു അപകടം പിടിച്ച കാര്യമാണ്. ഇവര് വരുന്നത് സീസണിലാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം പോലീസ് സിസ്റ്റം അതാത് സമയത്ത് ആക്ട് ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല ഇപ്പം തന്നെ CCTVs ഉണ്ട്, ക്രൈം ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം. എന്തുകൊണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോലീസ് കാര്യമായി നമുക്ക് രാഷ്ട്രീയ കാര്യത്തിന് പോകാനും EP ജയരാജന്റെ പുസ്തകം അന്വേഷിക്കാനും ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന ജോലി, PP ദിവ്യയുടെ കാര്യങ്ങള്. പക്ഷെ സാധാരണക്കാരന്റെ കോമൺ മാന്റെ നീഡിലേക്ക് ഇവരാരും പോകുന്നില്ല. അത് വളരെയധികം ദുഃഖകരമാണ്, വിചിത്രമാണ്. പോലീസ് അവരുടെ ഉത്തരവാദിത്വം പോലീസിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും വളരെ വ്യക്തമാണത്. കാരണം പോലീസ് ഗൗരവമായി ഇടപെടേണ്ടതാണ്. ജനങ്ങൾ അത്ര കണ്ട് ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ഈ CCTV ദൃശ്യങ്ങളും മറ്റും പുറത്തു വരുമ്പോൾ പുറത്തിറങ്ങാൻ ജനം ഭയപ്പെടും. ഇന്ന് ആലപ്പുഴ, പിന്നീട് എറണാകുളം ജില്ലയെ വടക്കംപറവൂര്, ഇനി മറ്റ് ഏതൊക്കെ ഇടങ്ങളിൽ അങ്ങനെ ജനത്തിന് വലിയ ഭയപ്പെടുന്ന സാഹചര്യമാണ്. ആ ഭയപ്പാട് മാറ്റാൻ അവർക്ക് ആത്മവിശ്വാസം നൽകാൻ പോലീസിൻ്റെ ഇടപെടൽ അടിയന്തരമാണ്. അക്കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. കാരണം അത്ര അധികം ഭീതിതമായ സാഹചര്യം ഇത് ഉണ്ടാക്കുന്നുണ്ട്.